ഇത് കല്യാണി കുട്ടിക്ക് വലിയ വായ നോക്കിട്ട് പെണ്ണേ. ഇതിനെ കിട്ടാന്ന് പറയുന്നത് ലോട്ടറിയാണ്. ശരിക്കും ഒരു ബമ്പൽ ലോട്ടറി എന്ന് തന്നെ പറയാം. കാരണം അത്രയും ഇത് ചെറുതല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കാലം പൊട്ടിക്കണില്ലേ, കുറച്ചും കൂടി നോക്കട്ടെ. മറ്റേ മുള്ളൊന്നും നന്നായി കൈബ കുത്തുന്നുണ്ട്. അപ്പം ഇന്ന് ഷായിട്ട് പറഞ്ഞപ്പോലെ നമ്മുടെ ഇന്നത്തെ കറി വാഴപ്പിണ്ടിയും കോഴിക്കാട്ടവും അതേപോലെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയാ ഇതൊന്ന് നമ്മുടെ വാഴപ്പിണ്ടി. ഞാനതെന്നെ വിചാരിച്ചാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാ. അയ്യോട്ടാ സ്കൂളിൽ പോകാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കട്ട. ഇന്നെന്താ കൺമണിക്കുട്ടി ഇങ്ങോട്ട് വന്നത്? എന്താ കൺമണിക്കുട്ടി? അച്ചാച്ചന് ഒഴിവില്ല. അച്ചാച്ചന് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്ത് കൊണ്ടുവന്നു. അപ്പൊ പാപ്പന്മാരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കൺമണിക്കുട്ടി കൊണ്ടാക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഏത് പാപ്പന വേണ്ടേ? ആര് പാപ്പന വേണം? മുട്ടുപാപ്പന വേണം? ആരെങ്കിലും മതി. അപ്പൊ നമുക്ക് നോക്കാം ആരോ ഒഴിവായിട്ടിരിക്കണേ. നോക്കാം, നമുക്ക് പോയിട്ട് മുട്ടുപാപ്പനേട്ട കിട്ടുവണം കൊണ്ടാക്കാനായിട്ട്. നമ്മുടെ കൺമണിക്കുട്ടി കണ്ടിട്ട് കുറെ നാളെ ഹായ് പറഞ്ഞേ. ഹായ്. കൺമണിക്കുട്ടിനെ യാത്രയൊക്കെ നോക്കിയാൽ നമ്മുടെ പേലിക്കുട്ടി വരെ വന്ന് നിൽക്കട്ടാ. എന്നെ കണ്ടപ്പോ ആ പേലിക്കുട്ടി ഇങ്ങോട്ട് പോന്നു. കൺമണിക്കുട്ടി തറ്റാ. ഞാനുണ്ടല്ലോ നമ്മുടെ ഈ പറമ്പിലേക്ക് പോകുന്നു കേട്ടാ. നമുക്ക് കൊള്ളിലേക്കും പറിക്കാനുണ്ട്. പിന്നെ അത് മാത്രമല്ല ഷായേട്ടനാണെങ്കിൽ പറമ്പിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് പോന്നു. പിന്നെ നമ്മുടെ പേലിക്കുട്ടി ഉണ്ടല്ലോ പറമ്പിലേക്ക് വരാന്ന് പറയുമ്പോഴേക്ക് വേഗം ഓടി വരും കേട്ടോ. നോക്കിയേ, അവൾ കിടന്ന് നടന്നു തുടങ്ങി. ഇവിടെ അവളാണ് ഏറ്റവും ഫസ്റ്റ് എത്തുക പറമ്പിലേക്ക്. നമ്മുടേക്കാളും മുന്നെത്തും. നമ്മളവിടെ നിന്ന് ഇപ്പോൾ ഞാനവിടെ നിന്ന് ചെരുപ്പിട്ട് ഇറങ്ങുമ്പോൾ അവൾക്ക് അറിയാം അവളെ ഓടിയെത്തും. അതിന് മുന്നേ ഷായേട്ടൻ പറമ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 1-2 വട്ടം ഷായേട്ടൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പറമ്പിൽ വന്ന് ഇവിടെ വന്ന് വീട്ടിലേക്കായിട്ട് അങ്ങനെയും വന്ന് പോയിട്ടവള്. അപ്പോൾ ഷായേട്ടൻ അവിടെ മുളകിന് മറ്റേ ഇതിട്ടുണ്ട്, മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാട്ടിത്തരാട്ടെ എങ്ങനെ കടക്കിലേക്ക് ഇടണേന്ന്. നല്ല തെളിഞ്ഞ ആകാശമായിട്ടാ, നല്ല വെയിലാ. പക്ഷെ വെയിലൊന്നും നോക്കിയിട്ടില്ല. നമ്മുടെ ഒരു മാവിൻ്റെ കടക്കിലായിട്ട് നമ്മൾ മുളകും തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കടക്കിലായ കാരണം ഷായിട്ട് ഇതാ വന്ന് മണ്ണിടാനൊക്കെ നിന്നത് കേട്ടാ. നമ്മൾ ഈ മുളകിൻ്റെ കടക്കിലേക്ക് കോഴിക്കാട്ടവും അതേപോലെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പം അതിൻ്റെ മുകളിലാണ് ഷായിട്ടപ്പ് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കണേ. ഇതേപോലെ അതായത് നമ്മുടെ പച്ചമുളക് തൈ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ വലുതായി വരുന്നതിനനുസരിച്ച് ഇങ്ങനെ കടക്കിലേക്ക് മണ്ണിട്ട് കൊടുക്കണം. അപ്പോഴാണ് അവർ വേഗം വേഗം നല്ല വളർച്ചയോട് കൂടി വരിക കേട്ടാ. ഷായിട്ടാ നല്ലൊരു ദിവസമായിട്ട് തോന്നണില്ലേ ഇന്ന്? മണ്ണ് കണ്ട കൈക്കോട്ടും വെക്കുന്ന കണ്ട ഒരു മണ്ണ് പിടിക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടാ. പുല്ലയിൽ ചെത്തുമ്പോൾ കൈക്കോട്ടിൽ മണ്ണ് പിടിച്ചിട്ട് ഇതിപ്പോൾ നല്ല സുഖമാണ് ഇങ്ങനത്തെ സമയത്ത് ചെത്തിടാൻ. കാലം ഇപ്പോൾ 2 ദിവസമായിട്ട് വെയിലാട്ടെ ഇവിടെ. പക്ഷെ എന്നാലും വെയിൽ മങ്ങുമ്പോൾ തോന്നും അയ്യോ മഴക്കാറ് വരുന്നുണ്ടോന്ന്, അങ്ങനെയും തോന്നാറുണ്ട്. ഷായിട്ടേ ഞാനേ കൊള്ളി പറിക്കാൻ പോണ്ടിട്ട് ഷായിട്ടാ. പക്ഷെ എനിക്ക് പറിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഷായിട്ടിനെ വിളിക്കുകയും ചെയ്യൂട്ടാ. ഞാനുണ്ടല്ലോ നമ്മുടെ കൊള്ളി പറിക്കാൻ പോണേക്കാളും മുന്നേ നോക്കി നമ്മുടെ ചതുരപ്പയറും അതേ പൂവായിട്ടാ ഉണ്ടാ. പിന്നെ അതേപോലെ തന്നെ നോക്കി നമ്മുടെ വെണ്ടയമ്മ പൂവായി. അത് മാത്രമല്ല ആ വെണ്ടക്കായ ഉണ്ടായി തുടങ്ങി. പക്ഷേ നമുക്ക് മഴയൊക്കെ ആയിരുന്നപ്പോൾ കുറേ പച്ചക്കറികളൊന്നും അങ്ങനെ ഉണ്ടായി കിട്ടണില്ലെങ്കിലും നമ്മുടെയൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടായി കിട്ടിയിട്ടാ. കണ്ട വെണ്ടയമ്മയ്ക്ക് നന്നായി കായായിട്ടുണ്ട്. നമ്മുടെ പടവലം എന്താ മുകളിലേക്ക് ഇതാ കയറി തുടങ്ങി, കയറുമിക്ക് എന്താ. പിന്നെ പ്രത്യേകത നോക്കി നമ്മുടെ തക്കാളി. ഈ മഴക്കാലത്തൊക്കെ തക്കാളി ഉണ്ടായി കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാ. തക്കാളി തേയ്മ, ഈ തക്കാളി തേയ്മയും അതേപോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന തക്കാളി തേയ്മയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതന്നെ കൈ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നോക്കി നമ്മുടെ സബോള നമ്മളോട് വെച്ച് കൊടുത്തിട്ട് ഇതാ. സബോള നമ്മളോട് വെക്കുമ്പോഴേ നമുക്ക് സബോള ഉണ്ടായി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലും നല്ലതായിട്ട് വെച്ച് കൊടുത്തു പോണത്. പക്ഷെ നമുക്ക് ഈ സബോളയുടെ ഈ സ്പ്രിംഗ് ഒനിയനായിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ, ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ടായിട്ട് നമ്മൾ സവാളയ്ക്ക് വെച്ച് കൊടുത്തോണേ. പിന്നെ നമ്മുടെ കപ്പലണ്ടിയാണ്, അതും കുഴപ്പമില്ലാണ്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുറ്റിപ്പയറുമ്പോൾ നോക്കിയേ നന്നായിട്ട് പയറായി തുടങ്ങി.
ഉണ്ടോ ഇതൊക്കെ നോക്കിയേ ഇവിടെ ഇതൊക്കെ കണ്ട കുഞ്ഞു കുഞ്ഞി നിറച്ച് കണ്ടോ നോക്കിയേ കണ്ടോ അങ്ങനെ നിറച്ച് കുഞ്ഞീതുകളായിട്ട് നിറച്ചായിട്ടുണ്ട് ഇട്ട് അത് ഇപ്പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ അതെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല പച്ച കളറുള്ള കുറ്റിപ്പയറാണ്. അപ്പോൾ നമ്മുടെ പേളിക്കുട്ടി എന്ത് സൗണ്ട് കേട്ടിട്ടുണ്ടാവും കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ പയറായിട്ടുണ്ട്. ഇതിവിടേക്ക് നോക്കി നന്നായിട്ടായിട്ടുണ്ട്. ഇതേ ഇങ്ങനത്തെ പയർ നല്ല ടേസ്റ്റ് ആട്ടാ ഉണ്ടാ. പിന്നെ നമ്മൾ പയറുണ്ടായി തുടങ്ങിയപ്പോഴേ നമ്മളൊരു കാര്യം കൂടി ഇവിടെ ചെയ്തു കേട്ടോ. പയർ വന്ന് നമ്മുടെ തത്തമ്മകളൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിളികളൊക്കെ ആയാലും ചിലപ്പോഴേ നമ്മുടെ അണ്ണാൻ നോക്കിയും പയർ തിന്നല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 പപ്പായ നോക്കിയാൽ നല്ല വലുപ്പമുള്ള 2 നല്ല ടേസ്റ്റുള്ള പപ്പായായിട്ട് ഇതൊക്കെ ആയിരുന്നത്. പക്ഷെ നിർത്തി കൊടുത്തതാണ് നമ്മൾ. അവർ തിന്നിട്ട് വെച്ചിട്ട് ഇപ്പുറത്തൊക്കെ നോക്കിയാണ്ടോ ഓട്ടയൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ. അല്ലെങ്കിൽ പയർ തിന്നേ ഇനി കൊല്ലി പറിക്കാം നമുക്ക്. നമ്മുടെ പേളിക്കുട്ടിയുടെ കെടുപ്പ് നോക്കിയേ കണ്ട. ഷായേട്ടൻ ആ കളക്കണേൻ്റെ അടുത്തന്നെ പോയി കിടക്കണേ. മണ്ണിങ്ങനെ ഇളക്കിയിട്ട് കഴിഞ്ഞാൽ അവൾക്ക് അപ്പയിൽ കിടക്കണം. വല്ല കുഴി കുത്തിയാലോ അത് കിടന്ന് മാതേ ഉറങ്ങണ് കണ്ണടച്ചിട്ട് വെറുതെ ഇങ്ങനെ ഈ കിടന്ന് മതിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഭയങ്കര ക്ഷീണം അപ്പം അവൾക്ക്. നമ്മുടെ ഈ കൊള്ളിത്തറിയുമേ മത്തങ്ങ പടർന്നിട്ടുണ്ട്. അപ്പം അത് കാരണം മത്തങ്ങയ്ക്കും കേട് വരാത്ത രീതിയിലാണ് ഇത് വെട്ടിയെടുക്കാനായിട്ട്. നോക്കട്ടെ ഇതിൻ്റെ കടക്കി വെച്ചിട്ട് പതുക്കെ വെട്ടിയിട്ടേ തറീന അങ്ങനെ തന്നെ അങ്ങോട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ പിന്നെ മത്തയ്ക്ക് കുഴപ്പമുണ്ടാവില്ലല്ലോ. നോക്കി നോക്കട്ടെ. ഇങ്ങനെ നിന്നോട്ടെ. പതുക്കെ നമുക്ക് ചാച്ച് നിർത്താം. ഇപ്പോൾ കുഴപ്പമില്ല. മത്തങ്ങയ്ക്ക് കേടുമില്ല, നമുക്ക് കൊള്ളി കിട്ടുകയും ചെയ്തു. ഇനി എനിക്ക് പറിക്കാൻ പറ്റാൻ നോക്കട്ടെ കേട്ടോ വലിച്ചെടുക്കാനായിട്ട്. അയ്യോ പൊട്ടി തോന്നുന്നുണ്ട്. അയ്യോ എങ്ങനെ നനഞ്ഞു കിടക്കണം. മണ്ണെന്നിട്ട് പോലും പറ്റണില്ല. ഷായിട്ടാ നല്ലത്. ഷായിട്ടൻ പോരെ ഷായിട്ടാ പറ്റണില്ല. ആ മണ്ണിളക്കുള്ള പോലെ ഉണ്ട്. പക്ഷെ എനിക്കത് പറ്റണില്ല. ഷായിട്ടനാകുമ്പോൾ അത് അതിൻ്റെ ഇനത്തിൽ പറ്റും. മത്തിക്കാണ് ഞാൻ അങ്ങോട്ട് ഒതുക്കി വെച്ചു. കണ്ട ആ മുകളിൽ കൊള്ളി നിൽക്കണേ ദേശമായിട്ട് കൈക്കോട്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ കൊണ്ടു. പക്ഷെ എനിക്കെന്താണ് അവ പറ്റാണ്ടായി. നമ്മുടെ മറ്റോ ഉണ്ടോ കൊള്ളി പോലത്തെ തോന്നുന്നു പൊട്ടി. ആ നല്ല കൊള്ളി. കൊല്ലല്ലേ നമ്മുടെ നീളം കൊള്ളി തന്നെയാ. ആ നല്ല കൊള്ളി. ഒരു ചെറിയ കടയാ. പക്ഷെ എന്നാലും നോക്കിയേ ഈ വർഷകാലത്തിനെ അതിജീവിച്ചു ആള്. ഇതൊന്ന് നമ്മുടെ വാഴപ്പിണ്ടി. ഞാനതെന്നെ വിചാരിച്ചാണ് വാഴപ്പിണ്ടിയും കൊള്ളിയും കൂടിയിട്ട് വയ്ക്കാന്ന്. പേളിക്കുട്ടി നമുക്ക് പോവാഞ്ഞി. അത് നീ ഷായിൻ്റെ അടുത്ത് നിൽക്കണുണ്ടോ? ഷായിട്ട് വരണ്ടാ? ഞാൻ പോട്ടെ. അപ്പോൾ പേളിക്കുട്ടി ചിലപ്പോൾ പിന്നീട് വരുന്നു തോന്നുന്നുണ്ടാണ്. ഞാൻ പോവാട്ടെ ഷായിട്ടാ. അല്ല ഞാൻ ഈ കൊള്ളിത്തരിക്കുട്ടി അവിടെ കൊണ്ടുവച്ചാലോ? ഇത് അത് വയ്ക്കാതെ ഇങ്ങനെ നടക്കണോടത്തൊരു തടസ്സവും. ഇന്നലെ വന്നിട്ട് ഞാൻ കുറച്ച് കൊള്ളിത്തരയൊക്കെ ഉള്ളത് ഇങ്ങനെ വെട്ടി ഒതുക്കിണ്ടായിരുന്നു. അപ്പോൾ ഇതടുത്ത് അവിടെ കൊണ്ടുപോയിക്കട്ടെ. പേളിക്കുട്ടി എന്നിട്ട് പോവാട്ടാ. അവൾക്ക് പോവാൻ ധൃതി തുടങ്ങിയിട്ട് കുറേ നേരമില്ല നമ്മൾ പറമ്പിൽ വന്നിട്ട്. ഇത് കൊണ്ടുവച്ചിട്ട് പോവാട്ടെ പേളിക്കുട്ടിയെ.
പാവ അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേ എൻ്റെ പിന്നാലെ ഇങ്ങോട്ട് പോകുമ്പോഴേ ഇവർ ഇങ്ങനെ നടക്കുക. അതവിടെ ഒതുക്കി വെച്ചില്ലെങ്കിലേ പിന്നെ ആ കൊള്ളിത്തര അവിടെ കിടന്ന് പെട്ടെന്ന് വേര് പിടിക്കും. അത് ഞാൻ വേഗം അവിടെ തന്നെ കൊണ്ടുവച്ചേ. നമ്മുടെ കൊള്ളിയും കൊണ്ട് വീട്ടിൽ പോവാം. അയ്യോ അവിടെ പൊട്ടി വീണല്ലോ. പേളിക്കുട്ടി മുന്നേ പോയിട്ട് അവള് ഞാൻ പോവാന്ന് വീട്ടിൽ പോവാന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് തോന്നുന്നുണ്ട്. ആൾക്ക് കുറച്ച് നേരം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം മക്കളെ കാണണം ആ ഒരു ചിന്തയുണ്ട്. ഞാൻ പോട്ടെ ചേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ പൈനാപ്പിളൊക്കെ പഴുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വാഴപ്പിണ്ടിയും കൊള്ളിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വാഴപ്പിണ്ടി പിന്നെ കുമ്പളങ്ങ അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ പൈനാപ്പിൾ പൊട്ടിച്ചെടുക്കാം. സുന്ദരി ചീര കണ്ട എപ്പോഴും നിൽക്കണേ. ഈ സുന്ദരി ചീരമേ കതിര് വന്നിട്ടില്ലന്നേ. ഇത്ര നാളായിട്ട് കതിര് വന്നിട്ടില്ല. നമ്മൾ അന്ന് അരിഞ്ഞു പിന്നെ അങ്ങനെ പൊടിച്ച് വന്നു. പിന്നെ ഈ മഴയുടെയൊക്കെയും ഇതായപ്പോൾ ഉറക്കും പിടിച്ച കാരണം അവർ പിന്നെ വളർന്നില്ല. പക്ഷെ അങ്ങനെ നിന്നിട്ട് അതിലും ചെറുതായിട്ട് കതിര് വരില്ലേ എനിക്കറിയില്ല കേട്ടാ. വന്നിട്ടില്ല ഇതുവരെ. എന്താ പൈനാപ്പിളിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. നമുക്ക് പൈനാപ്പിള് നമുക്കേതായ ആവശ്യത്തിന് നമുക്ക് പൈനാപ്പിൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിക്കാൻ കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഓരോ വട്ടം നമ്മൾ പൈനാപ്പിൾ അരിഞ്ഞെടുത്താലും നമ്മൾ അതിൻ്റെ കട കളയോ ഒന്നും ചെയ്യില്ല. അതുമ്പോൾ തന്നെ പൊടിച്ച് വീണ്ടും നമ്മൾ പൈനാപ്പിൾ ഉണ്ടാവും. ഇപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അതെ, ഇത് നമ്മളൊരു വട്ടം അരിഞ്ഞെടുത്തതാണ് പൈനാപ്പിളിൻ്റെത്. അതിൻ്റെ തലകൾ പിന്നെ പൊടിച്ച കടക്കിൽ തന്നെ വന്നിട്ടില്ല കേട്ടോ. അതെ, 1-2 വന്നിട്ടുണ്ട്. ഇനി ഇതുമേ പൈനാപ്പിൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പൈനാപ്പിൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ഇവിടെ ഒരാളിതേ പഴുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കട്ടെ. അയ്യോ ഇവരെ ഇത് മുള്ളു കൊള്ളുമ്പോഴേ നോക്കിയ എന്ത് ഭംഗിയാ നോക്കിയേ. നല്ല മധുരമായിട്ടായി പൈനാപ്പിള്. അപ്പോൾ ഒരെണ്ണമാണ് ഞാൻ ഇന്ന് എടുക്കണുള്ളൂ. ഇനിയിപ്പോൾ ഇത് 2-3 ദിവസം കഴിയുമ്പോഴേക്കും കുറച്ച് കൂടുതൽ ഒരുമിച്ച് തന്നെ പൊട്ടിക്കാറാവും കേട്ടോ. നമ്മൾ ഈ മതിൻ്റെ ഒരു അറ്റ ഫുള്ള് പൈനാപ്പിൾ വെച്ച് കൊടുത്തോണേ. പിന്നെ ഞാൻ ഒരു കാര്യം കേട്ടോ, കഴിഞ്ഞ വീഡിയോയിലത്തെ ഒരു നമ്മൾ കമൻ്റ് ഇട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് സുജാത കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട്. അതായത് സ്വർഗത്തിലെ മഹാറാണിയുടെ കൈകളിലാണ് ഇവർ എത്തിച്ചേർന്നിട്ടുള്ളത്, പുണ്യം ചെയ്ത് ജന്മം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻ്റാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ ആ കമൻറ്റ് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറയുകയാണ് ചെയ്തത്. കാരണം അത്രയും സന്തോഷം കൊണ്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്. കാരണം ആ ചേച്ചി അല്ലെങ്കിൽ സുജാത എത്രമാത്രം മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരു കമൻറ്റ് ഇട്ടുണ്ടാവുക. അത് ഓർത്തിട്ടാണ് എനിക്ക് കണ്ണ് നിറഞ്ഞത് കേട്ടോ. അത്ര ഇഷ്ടപ്പെട്ടൊരു കമൻ്റ് ആയിരുന്നു. പക്ഷെ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ എന്തോ ആർക്കും മനസ്സിലാവാണ്ട് ആരെങ്കിലും ആ ഒരു കമൻറ്റ് നെഗറ്റീവായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ കമൻറ്റ് നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. എനിക്ക് അത്രയും സന്തോഷം തന്ന ഒരു കമൻറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഏതൊരു രീതിയിൽ ഞാൻ പറഞ്ഞത് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി, ഒരിക്കലും അത് നെഗറ്റീവല്ല, പോസിറ്റീവാട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടിക്ക് വെട്ടാം. നമ്മുടെ വാഴപ്പിണ്ടി ഉണ്ടല്ലോ, എന്താ പറയുക, വാഴ വീണ പിന്നെ എന്നും കാലത്ത് ഓരോ കഷ്ണം വെട്ടും. അതിലത്തെ ആ ഒരു കഷ്ണം വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് വീട്ടിലേക്ക് കറി വയ്ക്കാൻ ഉപയോഗിക്കും. ബാക്കിയൊരു കഷ്ണം കോഴികൾക്കും കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ വെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ആദ്യം വെട്ടിക്കളയണം, അല്ലെങ്കിൽ എന്നിട്ട് വെട്ടിയെടുക്കാം നമുക്ക്. എൻ്റെ വെട്ടുകത്തി നല്ലതുണ്ടായിരുന്നു. അതെ, നമ്മൾ ഈ പറമ്പിൽ കൊണ്ടിട്ട് എവിടെയോ വെച്ചിട്ട് അത് കാണാണ്ട് അതാണ് ഉണ്ടായത്. ഇപ്പോൾ അതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെട്ടാൻ വന്നു കഴിഞ്ഞാൽ.
ഇത്രയും മതിയിട്ട് നമുക്ക് ഇന്നത്തെ കറിയിരിക്കും. അപ്പം നമ്മുടെ ഈ ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ അവർ ചീന്തി കഴിച്ചോളും. പക്ഷേ നമ്മൾ ചീന്തിയിട്ട് തിന്നാനായിട്ട് ആ പോള കൊടുക്കുമ്പോഴേ ചിലപ്പോൾ അവർ ചങ്കിലിരിക്കുക. അപ്പോൾ അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അത് എടുത്തുകൊണ്ടിട്ട് പിന്നെ അവർക്ക് നുറുക്കിയിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കുക്കമ്പർ വലുതായി കാണിച്ചു തരാട്ടാ. ഭയങ്കര സന്തോഷം തോന്നുക കുക്കമ്പറൊക്കെ ഈ സമയത്ത് ഉണ്ടായി കിട്ടുമ്പോഴേ. കണ്ടോ എന്ത് നീളാ നോക്കിയേ കുക്കമ്പറിന്, നോക്കിയേ കണ്ടോ. ഒരിക്കലും നമ്മളെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഈ വട്ടം വെള്ളം കയറൽ കുറവായ കാരണമാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. അല്ലെങ്കിൽ ഒറ്റ കൊല്ലം നമുക്ക് മഴക്കാലത്ത് നമ്മുടെ ഈ പറമ്പിൽ നിന്ന് പച്ചക്കറി കിട്ടൽ കുറവാണ്. ആ പറമ്പിൽ നിന്നാണ് കിട്ടാറ്. കണ്ടത് നോക്കി എല്ലാവരും വലുതായി തുടങ്ങിയിട്ടാ. നോക്കിക്കൊണ്ടേ ഇരിക്കും വലുതാവുക. ആകെ കുക്കമ്പറൊക്കെ 3-4 ദിവസം 4-5 ദിവസം അപ്പോഴേക്കും ഒരു വലുതായി കിട്ടും. അത്ര വേഗം വലുതാവും അവർ. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കാം നമുക്ക്. അത് ഓരോ തലയ്ക്ക് ഇങ്ങനെ വലുതാവണമെന്ന് എല്ലാ തലയും ഉണ്ടാവുക. അതാണ് കുക്കമ്പറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് അവിടെ ഇവിടെ ഓരോന്നല്ല ഉണ്ടാവുക. ഇത് ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു ഇത് കേട്ടാ. ഉണ്ടാ എന്ത് രസാ. അധികം വണ്ണല്ല, നല്ല നീളത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇപ്പുറത്തും ഒരു തൈ ഉണ്ടായിട്ട് അതിമ ഉണ്ടായി തുടങ്ങിയിട്ടാ. കണ്ടാവേ അതങ്ങനെ തന്നെയാണ്. കണ്ട എല്ലാ തൈകളും അങ്ങനെ കേട്ടാ. പുതിയൊരാളാണ് ഇവിടെ കയറിപ്പോട്ടെ. ഇനി നമുക്ക് വഴുതിരിങ്ങ കേട്ടോ പൊട്ടിക്കാൻ. മഴ ഒന്നില്ലാണ്ടാവുമ്പോഴേക്കില്ലേ എന്തൊരു വെയില, ഭയങ്കര ചൂടുണ്ട് കേട്ടാ വെയിലില്. നോക്കിയേ നമ്മുടെ കറുപ്പ് വഴുതിരിങ്ങ എന്ത് ഭംഗിയെന്നറിയ വഴുതിരിങ്ങകൾ കാണാനായിട്ട്. നല്ല ഹൈറ്റും പോയി, പക്ഷെ നിറച്ച് വഴുതിരിങ്ങ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എരിഞ്ഞെടുക്കാനുള്ളതാട്ടാ. ഇന്നാളെന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ വഴുതിരിങ്ങ പൊട്ടിച്ചത്. ഒരു മുറ നിറച്ച് വഴുതിരിങ്ങ നമ്മൾ പൊട്ടിച്ചത്. ഇപ്പോൾ ഇതാ വീണ്ടും അതേപോലെ തന്നെ കറുപ്പ് വഴുതിരിങ്ങ. ഞാൻ പറഞ്ഞല്ലോ 4-5 തരം വഴുതിരിങ്ങകളുണ്ട് നമുക്കിവിടെ. എല്ലാം അത് ഒരേപോലെ ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശരിക്കും ഭയങ്കര ടേസ്റ്റാട്ടാ ഈ വഴുതിനങ്ങൾക്കൊക്കെ. ഇത് പൊട്ടിക്കാറായിട്ടില്ലേ, നമുക്ക് നന്നായി വലുതാവും. ഇതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ വലുതാവും കേട്ടോ. അപ്പോൾ ഇതൊന്നും പൊട്ടിക്കില്ല, നമ്മൾ അത്യാവശ്യം മൂത്തത് മാത്രമേ പൊട്ടിക്കുള്ളൂ. അപ്പുറത്ത് നന്നായി നിൽക്കണുണ്ടേ. കണ്ടത് എന്ത് ഭംഗിയാ നോക്കിയേ ഈ ഒരു ഭാഗം കാണാനായിട്ട്. നല്ല ഹൈറ്റ് പോയിട്ടേ. അപ്പോൾ ഈ കറുപ്പ് വഴുതിനിങ്ങ മൊത്തം നമ്മളിപ്പോൾ ഇത്രേ പൊട്ടിക്കണുള്ളൂ. അതിന് ഇപ്പുറത്തിട്ടാ. കാരണം ദിവസം എന്ന് പറയണ പോലെ പൊട്ടിക്കാൻ കിട്ടേ. ഇതൊക്കെ വേറെ തരാട്ടാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ വഴുതിനേക്കും ഓരോ ടേസ്റ്റാട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാത്തിനും. നമ്മളൊരിക്കൽ വഴുതിനങ്ങയല്ലേ ഒക്കെ ഒരു ടേസ്റ്റാണ്. അങ്ങനെയല്ല. പിന്നത്തെ ഒരു തരം വഴുതിനങ്ങയാണ് ഇത്. ഇതൊരു ഈ ഒരു ടൈപ്പ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇത്രയേ പൊട്ടിക്കണുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്നും അധികം മൂത്തിട്ടില്ല. ഇതൊക്കെ ഇനി വലുതാവേ. അപ്പോൾ ഇതൊക്കെ നിർത്തണം കേട്ടാ. അപ്പോഴും നോക്കിയേ കേട്ടോ, ഇത്രയും പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ. അയ്യോ അത് കയ്യിൽ നിന്ന് പോയേനെ. ആ ഒരെണ്ണം കൂടി പൊട്ടിക്കാലോ. അത് മൂത്തുണ്ട്, കാണാണ്ട് ഇതൊക്കെ ആയിരുന്നു. ഞാൻ അത് അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. ഉണ്ടാ ഇതൊക്കെ വലുതായി. നിർത്തി ചിലപ്പോൾ മൂത്ത് പോവും. കണ്ടില്ല. അപ്പം നോക്കി നമ്മളിതേ എത്രയും വഴുതിനങ്ങയാണ് ഇവിടുന്ന് പൊട്ടിച്ചെടുത്തത്. ഇനി നമുക്ക് അവിടെയും പൊട്ടിക്കാണ്ടിട്ടാ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വഴുതിനങ്ങ. ഇത് നോക്കിയേ എന്തോരം വഴുതിനങ്ങ ഉണ്ടാവണം. ഇതിൻ്റെ നീളാട്ടാ. ഞാൻ ഇവിടെ വയ്ക്കട്ടെ. നോക്കിയേ ഈ ഒരു വഴുതിനങ്ങ ഇടയ്ക്ക് നീളം ഞാൻ കാട്ടി തന്നിട്ട് മൂല്യം കണ്ടാ. എന്തോരം നീളാന്നറിയൂതേ. ഇതൊക്കെ
ഒക്കെ അതെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വഴുതനങ്ങയുടെ കടക്കിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം കുറേ പുല്ല് നിൽക്കേണ്ടത്. നമ്മളിങ്ങനെ പുല്ല് നിർത്താറില്ല എന്നറിയാം. പക്ഷെ നമ്മൾ എന്താണെന്ന് പറയുക പുല്ല് വലിക്കാത്തത്, നമ്മുടെ പറമ്പിൽ മഴ പെയ്യുമ്പോൾ നല്ല ഉറുണ്ട്. അപ്പോൾ ഈ പുല്ല് നമ്മൾ വലിച്ചാൽ ഇവരെ കട ഇളകും. ഈ കട അങ്ങനെ തന്നെ ഉണങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുല്ല് വലിക്കേണ്ടത് നിൽക്കേണ്ടത്. നമ്മൾ അരിഞ്ഞൊക്കെ ഒന്ന് കളയാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതേ വഴുതനങ്ങ, ഈ വഴുതനങ്ങയൊക്കെ നമുക്കിപ്പോൾ കിട്ടുകയെന്ന് പറയുന്നത്, നമ്മുടെ ഈ വീട്ടിലത്തെ പറമ്പിൽ വഴുതനങ്ങ കിട്ടുകയെന്ന് പറയുന്നത് ലോട്ടറിയാണ്. ശരിക്കും ഒരു ബമ്പൻ ലോട്ടറി എന്ന് തന്നെ പറയാം. കാരണം അത്രയും വെള്ളം നിൽക്കുന്ന പറമ്പാണ്. എന്നിട്ട് പോലും അതിൽ ഇത്രയും പൊട്ടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു പ്രകൃതിയുടെ ഒരു വരദാനമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ, അങ്ങനെ പൊട്ടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കട്ടെ. ഈ വഴുതനങ്ങയിൽ അറിയാം, നമ്മൾ കുറച്ച് ദിവസം മുന്നാണ് ഈ വഴുതനങ്ങ പൊട്ടിച്ചെടുത്തത്. അത് മാത്രമല്ല ഞാൻ അത്യാവശ്യം കറിക്കൊക്കെ പൊട്ടിച്ചെടുക്കൂട്ടാ. കണ്ടോ നീളം. അപ്പുറത്ത് പൊട്ടിക്കാം. ഇവിടെ ഉണ്ട് നമ്മുടെ കറുപ്പ് വഴുതനങ്ങ. കറുപ്പ് വഴുതനങ്ങ നല്ല പറയാം, ഇതൊരു വയലറ്റ് ഷെയ്ഡാണ് വരിക. നല്ല കറുപ്പ് പോലെയല്ല ഇരിക്കുക, ഇതിൻ്റെ വയലറ്റ് ഷെയ്ഡാണ്. ഇതൊക്കെയാണ് ശരിക്കും കറുപ്പ്. ഇതിന് ചെറിയൊരു വയലറ്റ് ഷെയ്ഡ് ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ ഇത്രയും വഴുതനങ്ങ പൊട്ടിച്ചെടുക്കണുള്ളൂ കേട്ടോ. എനിക്കൊന്നും കൂടി കുറച്ചുകൂടി മൂക്കാനുണ്ട്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ വാട്ടേ കാട്ടി തന്നില്ല നമ്മുടെ കുമ്പളങ്ങ, ചെറിയ കുമ്പളങ്ങ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, ചെറിയ കുമ്പളങ്ങ അല്ലാട്ടോ, അത് വലിയ കുമ്പളങ്ങ. അത് കാട്ടിത്തരാം. ഇതോട്ട് ഇരിക്കട്ടെ കേട്ടാ. വീഴാൻ പോവാ മത്തങ്ങ വരെ കുമ്പളങ്ങ എല്ലാവർക്കും പടർന്നിട്ടേ നോക്കിയേ. വേണ്ട, ഇത് ചെറുതെല്ലാം തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കാലം പൊട്ടിക്കണില്ല, കുറച്ചും കൂടി നോക്കട്ടെ. മറ്റേ മുള്ളൊന്നും നന്നായി കഴിയുമ്പോൾ കുത്തുന്നുണ്ട്. ഇപ്പം അതേപോലെ തന്നെ അതേ ഇപ്പുറത്തൊക്കെ ഇതേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കവറൊന്നും ഇട്ടിട്ടില്ലേ, അതേ താഴെയിലും കണ്ട നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇതുമ്മേ ഈ ഒരു വലുപ്പത്തിലുള്ളത് 2 എണ്ണമാണ് നിൽക്കുന്നത്. ഒരെണ്ണം അവിടെ, അത് ഞാൻ കാട്ടിത്തരാം. അപ്പം അതും കാണുമ്പോൾ വലുതാവുമെന്ന് തോന്നുന്നു കാണുമ്പോളേ. പിന്നെ ഈ ഒരെണ്ണം, ഇതിപ്പോൾ നമ്മുടെ കോഴിക്കൂടിൻ്റെ മുകളിലേക്ക് ആയിട്ടായിട്ട് അത് പടർന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അവിടെ കേട്ടിട്ട് ചെറുതുകൾ നിറച്ച് കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ വട്ടത് പൊട്ടിക്കില്ല. ഞാൻ കുമ്പളങ്ങൊക്കെ പൊട്ടിക്കണമെന്ന് വെച്ചിട്ട് ഇറങ്ങിയത്. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ തോന്നി വേണ്ട, അത് അത്രയും കൂടി വലുതാവും, നോക്കി നോക്കാമെന്ന്. അപ്പോൾ ഇനി നമ്മുടെ വഴുതനങ്ങയൊക്കെ എടുത്ത് നമുക്ക് അകത്തേക്ക് കയറാം, അല്ല വീട്ടിൽ കയറാം. അപ്പോൾ ഇന്ന് ഷായേട്ടൻ പറഞ്ഞപ്പോലെ നമ്മുടെ ഇന്നത്തെ കറി വാഴപ്പിണ്ടിയും അതേപോലെ കപ്പയാണ്, അതായത് കൊള്ളി. അപ്പോൾ ഈ കറി എന്ന് പറയുന്നത് നമ്മുടെ യൂണിക് ഫാമിലി 2.0 വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പം ഞാൻ വെക്കാൻ പോട്ടെ. എൻ്റെ കുട്ടിപ്പാട്ടാണെങ്കിൽ എനിക്ക് അടുത്തത് നിങ്ങൾക്കുള്ളതല്ല, എൻ്റെ മക്കൾക്ക് മാമ്പഴം തരാം കേട്ടാ. ഇവർക്കുള്ളത് എന്താണെന്നുള്ളൊരു തോന്നൽ അവർക്ക് തരാം. എൻ്റെ മക്കൾക്ക് തരാം. കടത്ത് എന്നെ കടത്ത് കുട്ടിപ്പട്ടാളമീ മാമ്പഴം തിന്നാ വാടാ. പിണങ്ങി എടുക്കല്ല, വായ എല്ലാവരും വായ്യ ആടാ. ശുക്രമണികൾ വായ്യ, ശുക്രമണികൾ വായ്യ. ഓടി അയ്യോ, മാമ്പഴം തിന്നണ്ടേ. ആർക്കാ ഫ്ലൈറ്റ് വിടണ ആദ്യം അങ്ങനെ. ഓ എൻ്റെ പൊന്നൂന്നെ, ഇതിന്ന് വീണു. എല്ലാവർക്കും കൊടുക്കണ്ടേ, താഴെ ഇരിക്കേ. ഞങ്ങൾക്ക് മാമ്പഴം കൊതി തീരുന്നില്ല കേട്ടാ. വെച്ചുകൂട്ടെ, വായ തുറക്ക്, വലിയ വായ തുറക്കടാ, എന്നാലല്ലേ വെച്ച് തരാൻ പറ്റുക. അങ്ങനെ വായോ. ഇതാരത്? ഇത് ശുണ്ടനോ, റൊണാൾഡോ മോനോ, ഇത് മർഡോണ മോനോ? എന്താ നമ്മുടെ സുന്ദര മോനായിട്ട്, നല്ല മോനായിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കും കേട്ടോ. ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല കേട്ടോ. എല്ലാവരുടെ ധൃതിയും കഴിഞ്ഞിട്ട് തന്നാൽ മതി അല്ലേ നെയ്മർക്കുട്ടാ? ഇങ്ങനെ അവിടെ നിന്നാൽ മതി, എല്ലാവർക്കും തരും. അങ്ങനെ
വായ വായ മെസ്സിക്കുട്ടൻ പണങ്ങി പോരുത്, മെസ്സിക്കുട്ടൻ പണങ്ങി പോരുത്. കല്യാണി കുട്ടിക്ക് വലിയ വായ നോക്കിട്ട് പെണ്ണേ. ആ മറഡോണ മോനെ, അങ്ങനെ റൊണാൾഡോ മോനെ, ഇങ്ങനെ വലിയ വായ തുറക്കുക. അങ്ങനെ നമ്മുടെ നെയ്മർ കുട്ടന് വലിയ വായ നോക്കടാ, വലിയ വായ തുറന്നാലല്ലത്. എന്തെന്ന് പണിങ്ങിരിക്കണേ അവർക്ക് ആദ്യം കൊടുത്ത് തന്നെ. ആ കണ്ടു, അവൻ എടുത്ത് കഴിച്ചു. അപ്പോൾ അവൻ്റെ സാമർത്ഥ്യം നോക്കിയ അവരവിടെ കിടന്നല്ലോ. അപ്പം എല്ലാവർക്കും പിണക്കാരത്. അതെ ഇവിടെ കല്യാണം കൂട്ടിയിരിക്കണൊക്കെ പണങ്ങിയിട്ട് തുറക്ക് അങ്ങനെ. അച്ചടാ, ഞങ്ങൾക്ക് മാമ്പഴത്തിൻ്റെ കാലം കഴിഞ്ഞാലും ഞങ്ങളുടെ മാമ്പഴ കൊതിയൊന്നും ഇവിടെ തീർന്നിട്ടില്ല കേട്ടാ. ഇവിടെ ഞങ്ങൾക്ക് മാമ്പഴം വേണം, മത്തങ്ങ വേണം, ചപ്പാത്തി വേണം. ഈ വീടിൻ്റെ ഉള്ളിൽ എന്ത് കഴിക്കണു അതൊക്കെ ഞങ്ങൾക്ക് വേണം അല്ലേ. ഞങ്ങൾ ആരും ഒഴിവാക്കണ്ട. ബോൾട്ട് പോയി കിടക്കണോ നോക്കിയേ. ഇപ്പോൾ ഇവരെ കഴിഞ്ഞിട്ട് വേണം അവൻ്റെ അടുത്ത് പോയിരുന്ന് അവനെ ഈ അടുത്തിരുത്തി പറഞ്ഞിട്ട് വേണം അവന് കൊടുക്കാൻ. അത് ഇവരെ വയറൊന്നും അറിയാണ്ട് ഞങ്ങൾ പോകാനും പറ്റില്ല. ഇത് കണ്ണുള്ള കഷ്ണമായിട്ടടാ. എൻ്റെ പിന്നിലാരാ? മെസ്സിക്കുട്ടനോ? മെസ്സിക്കുട്ടാ, ഇവരെ കഴിഞ്ഞിട്ട് എൻ്റെ മോൻ്റെ അടുത്തേക്ക് വരാം കേട്ടാ. കല്യാണിക്കുട്ടി ഇങ്ങനെ ഒതുങ്ങിയിരുന്ന എങ്ങനെയായി ചെക്കന്മാർ വേഗം മേടിച്ച് തിന്നു കണ്ടോ. കണ്ടോ എത്ര വേണമെങ്കിലും ഒരു മാമ്പഴം കഴിച്ചോളൂ കേട്ടാ. ഇപ്പം ഇതാ എന്തൊരു നല്ല കുട്ടികളായിട്ട് ഇരിക്കണേന്ന് നോക്കിയേ. വലിയ കഷ്ണമാകുമ്പോൾ ഞങ്ങൾക്ക് കടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇറച്ചിക്കാണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇറച്ചിയുടെ ഇല്ലേ, മാമ്പഴത്തിന് മാത്രമേ ഞങ്ങൾക്ക് ഇത്തിരി ഇതാ. വായ മെസ്സിക്കുട്ടൻ നോക്കി പിണങ്ങിയിരിക്കണേ. ഇതാ മെസ്സിക്കുട്ടൻ വായ തുറക്കടാ, പിണങ്ങാണ്ട് വായ തുറക്കടാ. അങ്ങനെ ഇനി നമുക്കിടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. സുമ ബാലകൃഷ്ണനും കുടുംബത്തിനുമാണ് ഹായ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഹായ്. സുജാത മോഹൻദാസ്, ഹായ് സുജാതേച്ചി. ലളിത ശശി, ഹായ് ലളിതേച്ചി. സൈറ, ഹായ് സൈറ. ഇച്ചു, ഹായ് ഇച്ചു. സൽമ അമർ, ഹായ് സൽമ. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാട്ടാ. അയ്യോട്ടാ. ഇനിയുണ്ടല്ലോ നമ്മുടെ യൂണിക് ഫാമിലി 2.0ലേക്കുള്ള കറി വയ്ക്കാനായിട്ട് ഇങ്ങനെ ചുറ്റി നൂല് നമുക്ക് കിട്ടണില്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് കറി വയ്ക്കാം. പിന്നെ ഓ അടിപൊളിയാണ്. അപ്പം അത് പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് പോകും. അമ്മയൊക്കെ ശരിക്കും മെയിനായിട്ട് ഉണ്ടാക്കുന്നതാണ്. വാഴക്കല്ല, വാഴപ്പിണ്ടി അങ്ങനെയൊക്കെ കേട്ടാ. ഇവിടെ ഷായിട്ടിന്റെ അമ്മ, അതേപോലെ അവിടെ വീട്ടിലെ എൻ്റെ അച്ഛൻ, അവർ രണ്ടുപേരാണ് ഇങ്ങനെ. അടിപൊളി ഇതൊക്കെയല്ലേ ശരിക്കും അത്ര രസമായിട്ടാ. ഞങ്ങളൊക്കെ കഞ്ഞിയിലൊക്കെ ഇട്ടിട്ട് കഴിക്കാറുണ്ട് ശരിക്കും. ഓരോ കഞ്ഞിലേക്ക് ഒരു ടേസ്റ്റ്, ചോറ് ഭയങ്കര ടേസ്റ്റ് അത്. പിന്നെ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതും ഇട്ട് വയ്ക്കാട്ടാ. ഓരോ കഷ്ണങ്ങൾ ഇടുന്നതനുസരിച്ച്. ഇപ്പോൾ കൊള്ളിരിക്കുന്നത് നന്നായി വേവണ കൊള്ളിയാകുമ്പോഴാണ് ഇത്രയും ടേസ്റ്റ് വരുന്നത്. ഇത് പിന്നെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ചാനലിലേക്ക് പോകണം കേട്ടോ. 2.0ലേക്ക് യൂണിക് ഫാമിലി 2.0. അത് പോയില്ല അതൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിർത്തല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ആക്കിയോളൂട്ടാ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കേട്ടാ.